മൊക്കാറയുടെയും അരാന്ത്രയുടെയും കളക്ഷൻ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഏകദേശം എല്ലാം തീരാറായിട്ടുണ്ട് കേട്ടോ. ഈ ബാലൻസ് ഇത്രയും പ്ലാന്റ്സ് കൊണ്ട് മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം നമുക്ക് സെയിലായിപ്പോയി. അത് നോക്കിയേ, നമ്മുടെ അരാന്ത്ര വീണ്ടും നമ്മുടെ സ്റ്റോക്ക് കണ്ടോ, നല്ല ബ്രൈറ്റ് കളറാണ്. ഒരു 2-3 ചെടിയൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ പോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് ആവശ്യക്കാരാണ്. അപ്പം നമ്മൾ ഒരുപാട് പേർക്ക് പ്ലാന്റ്സ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പ്ലാന്റ്സ് ഒരുവിധം നല്ലതായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പൂക്കളൊന്നും കൊഴിയാതെ ഒരുവിധം നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ കുറച്ച് മൊക്കാറയുടെ നല്ല ഷെയ്ഡിലുള്ള കുറച്ച് മൊക്കാറയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാലൻസ് എല്ലാം നമ്മൾ സെയിലായി കഴിഞ്ഞ് ഞാനൊരു വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ച് മഴ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് തന്നെ പ്ലാന്റ്സ് ഒരുവിധം എല്ലാം തീർന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പോലും പ്ലാന്റ്സ് കിട്ടിയില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മുടെ കുറേ ബഡും ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഇത് കുറേ നാൾ നമുക്കിത് പോട്ട് ചെയ്യാനും വലിയ പ്രയാസമില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം നമ്മൾ നേരത്തെ കാണിച്ചത് കൂട്ട് കരിക്കട്ടയും കഷ്ണവും തുണ്ടും പീസും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഈ അരാന്ത്ര നമുക്ക് പോട്ട് ചെയ്യാൻ പറ്റും. അപ്പം അപ്പോൾ ഇതിനകത്ത് പൂ പിടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് വെയിലാണ് കേട്ടോ. നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് പൂ പിടിക്കത്തുള്ളൂ. അപ്പോൾ അത് നല്ല വെയിലത്ത് വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ നമ്മൾ ആഴ്ചയിൽ ഒരു 2 നേരമെങ്കിലും നമ്മൾ 19 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് പൂക്കൾ നന്നായിട്ട് ഉണ്ടാകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആ വളപ്രയോഗം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. വളപ്രയോഗം നന്നായിട്ട് ചെയ്താൽ മാത്രമേ എപ്പോഴും നല്ല രീതിയിൽ പൂ ഉണ്ടാവത്തുള്ളൂ. അതേപോലെ നമ്മൾ ഓർക്കിഡിന് ഇടയ്ക്കിടയ്ക്ക് സാഫൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ചീയൽ പോലുള്ള അസുഖങ്ങളൊക്കെ ഇല്ലാതാക്കാൻ സാഫ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ നമുക്ക് മഴക്കാലത്ത് 19 ഒക്കെ ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. വേനൽക്കാലം ആയാലും നമുക്ക് ഗോമൂത്രം നന്നായിട്ട് നേർപ്പിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് വളരെ നേർപ്പിച്ച ശേഷം മാത്രമേ ഗോമൂത്രം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അതേപോലെ ചാണകത്തെളിയും നമുക്ക് കലക്കി വെച്ചിട്ട് അതിൻ്റെ തെളിയും നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കപ്പലണ്ടി പിണ്ണാക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പുളിപ്പിച്ചിട്ട് അതും നേർപ്പിച്ച് അതിനകത്ത് കരടൊന്നും ഇല്ലാത്ത രീതിയിലെടുത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ സ്പൈക്കൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. ഒരുവിധം പൂക്കൾ പൊഴിയാറായ ചെടിയായിരുന്നു കണ്ടത്. ഇതൊക്കെ നല്ല ഫ്രഷായിട്ടും പൂക്കൾ വിരിയാൻ തുടങ്ങുന്ന ചെടികളാണ് കേട്ടോ. അപ്പോൾ അതേപോലെ ഇതൊക്കെ നേരത്തെ നമ്മുടെ കളക്ഷനിലുള്ള കുറച്ച് മൊക്കാറ ഇവിടെ പൂ പിടിച്ചിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതാണ് ആ മുകളിൽ കാണുന്ന മൊക്കാറയൊക്കെ നമുക്ക് നേരത്തെ നമ്മുടെ കളക്ഷനിലുള്ള മൊക്കാറയാണ്. അതും നന്നായിട്ട് പൂ പിടിച്ചിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഇച്ചിരി വെയിൽ കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ് അതിലേക്ക് ഒരു മഞ്ഞ കളർ വരുന്നത്. പക്ഷേ എങ്കിലും നന്നായിട്ട് പൂക്കും. മൊക്കാറയ്ക്കും വെയിൽ ആവശ്യമാണ്. അപ്പം വെയിലുള്ള ഇടത്ത് ഇങ്ങനെ ചെടി നന്നായിട്ട് പൂക്കും. എങ്കിൽ ഇലകൾക്കൊക്കെ വാട്ടം തട്ടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെയുള്ള സമയത്ത് കുറച്ചങ്ങോട്ടൊക്കെ മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മൊക്കാറ പ്ലാന്റ്സ്. ഇത് കണ്ടോ, ഇത് നമുക്ക് നേരത്തെ സ്റ്റോക്ക് വന്ന ചെടികൾ വിറ്റഴിയാതെ പോകുന്ന ചെടികളൊക്കെ നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കണ്ടോ. ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു മൺചട്ടിയിലാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ ആദ്യമേ കുറച്ച് കരിക്കട്ട ഇട്ടിട്ടുണ്ട്, അതേപോലെ തൊണ്ടും വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പോട്ട് ചെയ്ത സമയത്ത് എൻ്റെ ഈ പൈപ്പ് ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ വെറുതെ അതിനകത്തൊന്ന് വെച്ച് കൊടുത്തിട്ടേ ഉള്ളായിരുന്നു. അപ്പം അത് ആദ്യമേ വെക്കുന്ന സമയത്തൊന്നും അത്ര ടൈറ്റായിട്ടൊന്നും അല്ല നിന്നത്. അപ്പം വേരൊക്കെ ഒന്ന് പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നല്ല രീതിയിലായിട്ടുണ്ട്. അപ്പം അതിൻ്റെ റൂട്ടും ഇങ്ങനെ താഴോട്ട് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനകത്ത് ബഡുകളും വരുന്നുണ്ട് കണ്ടോ. ഒരുപാട് വലിപ്പം വെക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനകത്ത് നിറയെ പൂക്കളുണ്ടാകും. അപ്പോൾ ഇതിന് നമ്മൾ ഒന്നും പ്രത്യേകിച്ചൊരു താങ്ങൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റോക്ക് വന്നപ്പം ഞാനെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആ സ്റ്റോക്ക് വന്ന ശേഷം എനിക്ക് ഇതേപോലെ നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിന് മുമ്പ് തന്നെ നമ്മുടെ പ്ലാന്റ്സ് വന്നതുണ്ട്. ഈ പ്ലാന്റ്സ് മിക്കവാറും എല്ലാം സെയിലായിപ്പോയി. അപ്പോൾ ഈ അരാന്ത്ര മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് കുറച്ച് ബാലൻസ് ഉള്ളത്. ബാക്കിയെല്ലാം ഒരുവിധം പെട്ടെന്ന് തന്നെ നമുക്ക് വിറ്റ് പോയിട്ടുണ്ട്. കാരണം നമ്മൾ വാങ്ങിക്കുന്നവർ തന്നെ വീണ്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഒരു തവണ വാങ്ങിക്കുന്നവർ വീണ്ടും പുതിയ കളറുണ്ടോയെന്ന് ചോദിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ കിട്ടുമ്പം പ്ലാന്റ് നല്ല രീതിയിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ അവർ വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങിക്കുന്നുണ്ട്.